പ്രിയ സുഹൃത്തുക്കളെ, ഇതെൻ്റെ അടുക്കളത്തോട്ടം എന്നൊരു പരിപാടിയുടെ ഭാഗമാണ്. ഈ പ്ലാവ് നട്ടിട്ട് ഇപ്പോൾ 3 വർഷമായുള്ളൂ. കഴിഞ്ഞ വർഷം ഒന്നാം വർഷം തന്നെ ഇതിൽ ചക്ക ഉണ്ടായി. അത് ഞാൻ വെട്ടിക്കളയാണ് ഉണ്ടായത്. ഇതിപ്പോൾ 3-ാം വർഷമാണ്. കഴിഞ്ഞ വർഷമൊക്കെ ഇതിൽ ചക്ക നിറയെ ഉണ്ടായി. ഇത്തവണ ചക്ക ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പ്ലാത്തിൽ. ഇത് ബഡ് പ്ലാവ് തന്നെയാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി ശരിക്കും, ഈ ഒരു പ്ലാവിൻ്റെ പേര്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ പ്ലാവുകൾ കൊണ്ടുവന്നു. അതിലുള്ള ഒരിനമായതിൻ്റെ പേരിൽ എനിക്കത് കൃത്യമായിട്ട് പറയാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ പേര് പറയാത്തത്. പിന്നെ അടുത്ത പ്ലാവ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് കഴിഞ്ഞ വർഷം കാച്ചു. കഴിഞ്ഞ വർഷം കായ്ക്കാനായിട്ട് ഇതിനൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വർഷം ഇതിൽ കാച്ചിട്ടുണ്ട്, ചക്ക ഉണ്ടായിട്ടുണ്ട്. ഈ കാണുന്ന പാടാണ് കഴിഞ്ഞ വർഷം ചക്ക ഉണ്ടാകാനായിട്ട് ഇതായത്. ഈ വർഷം ഇപ്പോൾ ഇതിൽ ചക്ക ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ഉണ്ടായി വരുന്നുള്ളൂ. ഇതിപ്പോൾ 8 വർഷം കഴിഞ്ഞു, 9-ാമത്തെ വർഷമാണ്. കഴിഞ്ഞ വർഷം 8 വർഷമായിട്ടും പലരും ചോദിക്കുന്നത് ഇതിൽ ചക്ക ഉണ്ടാകാത്ത എന്താണെന്നൊക്കെ. ഇത് ഞാൻ വാങ്ങിച്ചത് തൊടുപുഴയിൽ നിന്നാണ്. ഇതിപ്പോൾ ഒരു വർഷത്തിൽ 4 പ്രാവശ്യം കായ്ക്കും എന്ന് വെച്ചാൽ എല്ലാ സമയത്തും ചക്ക ഉണ്ടാവും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ഇത് വാങ്ങിയതാണ്. പക്ഷേ 8 വർഷമായിട്ടും ചക്കയില്ലാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ സങ്കടം സഹിക്കാൻ വരാണ്ട് വന്നപ്പോൾ എൻ്റെ അവർക്ക് കോടാലെടുത്ത് 2 കൊത്തു കൊടുത്തു. ആ കൊത്തു കൊടുത്തതിൻ്റെ ഒരു പാടാണ് ഈ കാണുന്നത്, ഈ തൊലി പോയേക്കുന്നത്. കൊത്ത് കിട്ടിയതിൻ്റെ പിറ്റേ മാസം ഇതിൽ ചക്ക ഉണ്ടായി. അപ്പോൾ അത്യാവശ്യം ഒരു പണിയൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചക്ക ഉണ്ടാവാത്ത പ്ലാവും ചക്ക ഉണ്ടാകുമെന്ന് എനിക്ക് അന്നത്തോടു കൂടി കാര്യം മനസ്സിലായി. ഇനി ആ 8 വർഷം അന്ന് ആ പ്ലാവ് വെച്ച ദിവസം അത് കഴിച്ച് പ്ലാവ് വെച്ചതിന് ശേഷം ഞാൻ ചായ കുടിച്ചപ്പോൾ ആ കൂടെ ചക്കപ്പഴം തിന്നതിൻ്റെ കുരു എറിഞ്ഞ് കളഞ്ഞ് മുളച്ചുണ്ടായതാണ് ഈ പ്ലാവ്. ഈ പ്ലാവിൽ ചക്ക ഉണ്ടാവാൻ തുടങ്ങിയിട്ട് 4-5 കൊല്ലമായി. ഈ കാണുന്നതെല്ലാം ചക്ക ഉണ്ടായി കിടക്കുന്നതാണ്. ഇത് നിഴലിൻ്റെ ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു. പ്ലാത്തിലൊക്കെ ആവശ്യത്തിന് ചക്ക ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പ്ലാവ് കൃഷി ഒരു ലാഭകരമായൊരു കൃഷി തന്നെയാണ്. അതുകൊണ്ടോ, ഇത് വേറൊരു പ്ലാവാണ്. ഇതിലും ചക്ക ഉണ്ടായി കിടക്കുന്നുണ്ട്. മുകളിലൊക്കെ ആയിട്ട് ചക്ക ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഇതേ തവണ ചക്ക കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. പിന്നെയുള്ളത് ഈ പ്ലാവാണ്. ഇതും വീടിന് ചുറ്റും പ്ലാവ് പിടിപ്പിച്ചേക്കാണ്. തണവിനും എല്ലാത്തിനൂടെ വേണ്ടിയിട്ടാണ്. മെയിനായിട്ട് അന്ന് നട്ടപ്പോൾ പ്ലാവ് കൃഷിയായിട്ട് ചെയ്യാനല്ല ഉദ്ദേശിച്ചത്, തണവാണ് ഉദ്ദേശിച്ചത്. ചൂട് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടെ നട്ട് അതിൻ്റെ ഈ പ്ലാവുകളിലെല്ലാം ചക്കണ്ടായി കിടക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. വെള്ളമൊക്കെ ഇല കാരണം കാണാൻ പാടില്ലാത്തതാണെന്ന് തോന്നുന്നു. എല്ലായിടത്തും ചക്കയുണ്ട്. ഈ 2 പ്ലാവിലൊക്കെ ആയിട്ട് 10-30 ചക്കകളും ഉണ്ട്. ഇത് ചുമ്മാ താനെ ഉണ്ടായി വരുന്ന മുളച്ച പ്ലാവാണ്. അപ്പോൾ അത് കാരണം അതിൽ കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ വേറെ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാനിപ്പോൾ ഒരു 7 പ്ലാവോടും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നടാനായിട്ട്. ഇതെല്ലാം വിയറ്റ്നാം മേഖലയാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഈ കാട് പിടിച്ചിരിക്കുന്ന ഞാനവിടെ കുറച്ച് റബ്ബർ ഉണ്ടായിരുന്ന വെട്ടി മാറ്റിയതാണ്. റബ്ബർ തോട്ടം തന്നെയാണ്. വേറൊരു കാര്യത്തിന് വേണ്ടി വെട്ടി മാറ്റിയതിട്ട് അവിടെ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇവിടെ അത് ഈ തവണ ഈ സാധനം ഈ പ്ലാവും തൈ വെക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. പ്ലാവ് എപ്പോഴും ലാഭകരമായൊരു ഇതാണ്. നമുക്ക് നേരത്തെ ഒരു നവംബർ ഡിസംബറിലൊക്കെ ചക്ക ഉണ്ടായി കിട്ടുകയാണെങ്കിൽ ചക്കയ്ക്ക് നല്ല വിലയാണ്. മൂത്ത ചക്കയൊക്കെ ആണെങ്കിൽ അത് എടുക്കേണ്ട രീതിക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ല വിലയും കിട്ടും. വലിയ മുടക്കില്ല. ഈ മേടിച്ച് വെക്കണം, പിന്നെ അന്നേരം വെച്ച് വെള്ളം ഇട്ട് കൊടുക്കണം, അല്ലാണ്ട് വേറെ ഇതൊന്നും ഇല്ലല്ലോ. ഇതിപ്പോൾ തന്നെ ഇതിൽ ചക്ക ഉണ്ടായതാണ്. ഞാനത് അടത്തി കളഞ്ഞതാണ്. എല്ലാത്തിലും ചക്ക ഉണ്ടായതാണ്. ഉണ്ടോ, ചക്ക ഉണ്ടായി കിടക്കണുണ്ടോ. അപ്പോൾ അത് ഉണ്ടാവുന്നത് ഞാനെടുത്ത് അടത്തി കളയും. കാരണം അതിനുള്ള പ്രായം ഇതിനില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് അടത്തി കളയണത്. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ വരാം.